This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി. ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 21 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം ആദ്യത്തെ 3 അധ്യായങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ? സകല മനുഷ്യരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്ന് ദൈവക്രോധത്തിൽ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തതിലൂടെ അവൻ ദൈവത്തിൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി, അതായത് ദൈവത്തിൻ്റെ തേജസ്സിനെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യൻ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നേടി നീതീകരിക്കപ്പെട്ട് മരണത്തെ ജയിക്കുവാൻ സകലവിധമായിരിക്കുന്ന പ്രവൃത്തി മാർഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ, അതായത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു പ്രവൃത്തികളാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റവിമുക്തനാക്കപ്പെടുത്തില്ല, പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കത്തില്ല എന്ന്. ഇപ്പോൾ ദൈവം തൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം മനുഷ്യനെ സൗജന്യമായി നീതീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ദൈവം തികച്ചിരിക്കുന്ന ആ നിത്യരക്ഷയിൽ, വീണ്ടെടുപ്പിൽ, ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ വിശ്വാസത്തെയും ദൈവം നീതിയായി കണക്കാക്കുകയാണ്. അങ്ങനെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ ഒരുവൻ ദൈവത്തിൻ്റെ നീതി ദാനമായി പ്രാപിക്കുകയാണ്. ഈ ദൈവനീതി പ്രാപിച്ചതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് റോമാലേഖനം 5-ാം അധ്യായം തുടങ്ങി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എപ്പിസോഡ് മുതൽ നാം ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ പ്രാപിച്ചതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫലമാണ് നീതീകരണം. എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ? ജസ്റ്റിഫിക്കേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് ആസ് ഇഫ് യു ഹാവ് നെവർ കമ്മിറ്റഡ് സിൻ. അതായത് God considers you just as if you have never committed sin. നിങ്ങൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയായി ദൈവം നിങ്ങളെ കണക്കാക്കുകയാണ്. അതിനാണ് നീതീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സകലരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്നിരിക്കുകയാണ്. നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം നീതിയുള്ള ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല. എല്ലാവരും പാപം ചെയ്ത് പാപികളായി തീർന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ദൈവം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുകയും യേശുക്രിസ്തു നമ്മുടെ പകരക്കാരനായി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ചുമന്ന് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറുകയും ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി ആ പാപത്തിൻ്റെ സ്ഥാനത്ത് കണ്ട്
പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ പുത്രനെ കൊടുത്ത് അവനെ തകർത്തു കളഞ്ഞതിലൂടെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. യേശുവിനെ പാപമാക്കിയത് നാം യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകാൻ വേണ്ടിയാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ നീതി സൗജന്യമായി കൊടുക്കുകയാണ്. ദൈവം ഇനി അവനെ പാപിയായി കാണുന്നില്ല. അങ്ങനെ ദൈവനീതി പ്രാപിച്ചതിൻ്റെ ഒന്നാമത്തെ ഫലമാണ് നീതീകരണം. പാപം ചെയ്തിട്ടില്ലാത്തവനായി ദൈവം ഒരുവനെ കണക്കാക്കുകയാണ്. ദൈവം നിങ്ങളെ പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ്റെ നീതി പ്രാപിച്ച നീതിമാന്മാരാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ കാതലായിരിക്കുന്ന ഉപദേശം. ഇതിനു വേണ്ടിയാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഇനി റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അവിടെ ഏക മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദമിനെ കുറിച്ചാണ്. ആദം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് പാപിയായി തീർന്നതുകൊണ്ട് ശിക്ഷാവിധി വന്നു. അത് ആദമിന് മാത്രമല്ല, ആദമിൻ്റെ വംശപാരമ്പര്യത്തിൽ പിറന്നു വീണ സകല മാനവജാതിക്കും പാപം വന്നു. അവർ പാപികളായി തീർന്നു. ദൈവക്രോധത്തിൽ, ദൈവിക ശിക്ഷാവിധിയിലാണ്. പാപത്താൽ, കൽപ്പന ലംഘനത്താൽ ശിക്ഷാവിധി വന്നു. എന്നാൽ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അവിടെ എന്താണ് ഏകനീതി? അത് യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. എന്താ അർത്ഥം? യേശുക്രിസ്തു സകല മാനവജാതിക്കും പകരക്കാരനായിട്ട് വന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവനും ഒന്നുപോലും ലംഘിക്കാതെ അനുസരിച്ച് ദൈവം നീതിയെ തൃപ്തിപ്പെടുത്തി ന്യായപ്രമാണത്തിലെ നീതി അവൻ തികച്ചു കഴിഞ്ഞു. ആ യേശുക്രിസ്തു നമ്മുടെ പകരക്കാരനായതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് തികച്ചത് ദൈവം നമ്മുടെ അക്കൗണ്ടിൽ കണക്കാക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ, ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ആദമിൻ്റെ പാപം ദൈവിക ശിക്ഷാവിധി കൊണ്ടുവന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണം, അവൻ തികച്ച നീതി നമുക്ക് നീതീകരണ വിധി കൊണ്ടുവന്നു. നമ്മെ ദൈവം നീതീകരിച്ചു. കുറ്റം ചെയ്യാത്തവരായി നമ്മെ അവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം തൻ്റെ നീതി ദാനമായി കൊടുത്ത് അവൻ്റെ പാപത്തെ നീക്കം ചെയ്ത്, പാപി എന്ന പേരിനെ നീക്കം ചെയ്ത്, സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ നീതീകരിച്ച് തൻ്റെ നീതിമാനായി പ്രഖ്യാപിക്കുന്നതാണ് ദൈവിക സുവിശേഷം. അതിൻ്റെ ഫലമായി ജീവൻ വന്നെന്ന ജീവകാരണമായ നീതീകരണം വന്നു. ദൈവം നീതി തന്ന് നമ്മെ നീതീകരിച്ചതിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ ജീവൻ, പാപത്താൽ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് മടക്കി നൽകാൻ വേണ്ടിയാണ്. ആ ജീവൻ്റെ സമ്പൂർണതയായ തേജസ് നമുക്ക് മടക്കി നൽകാൻ വേണ്ടിയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം പഠിച്ചത്, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തി, ദൈവത്തിൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി, അതായത് ദൈവത്തെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജീവനെക്കുറിച്ച് ഞാൻ പിന്നീട് വ്യക്തമായി അധികം പറഞ്ഞുകൊള്ളാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ 16-ാം വാക്യമാണ്, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു.
കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അവിടെ ഏകൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് ആദമിനെ കുറിച്ചാണ്. ആദം പാപം ചെയ്തതിൻ്റെ ഫലം, അതുപോലെ ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ആദം പാപം ചെയ്തതിൻ്റെ ഫലം എന്താണ്? അത് ദൈവിക ശിക്ഷയാണ്, നിത്യമരണമെന്ന ദൈവിക ന്യായവിധിയാണ്. എന്നാൽ ദാനത്തിൻ്റെ കാര്യം അതുപോലെ അല്ല. എന്താണ് ഇവിടെ ദാനം? അത് നീതി എന്ന ദാനമാണ്. ഈ ഭാഗത്ത് പല പ്രാവശ്യം ദാനം കൃപ വരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതി എന്ന ദാനമാണ്. ആ ദാനത്തിൻ്റെ കാര്യവും ആദമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലവും ഒരുപോലെ അല്ല. ആദമിൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. മനുഷ്യവർഗത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ന്യായവിധിയായ ശിക്ഷാവിധിയായ നിത്യമരണം വരുവാനുള്ള കാരണം ആദാമിൻ്റെ പാപമാണ്, അവൻ്റെ ലംഘനമാണ്. എന്നാൽ കൃപാവരമോ, എന്താ കൃപാവരം? ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന, കൃപയാൽ ലഭ്യമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി എന്ന ദാനമാണ്. ആ കൃപാവരം, നീതി എന്ന ദാനം അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചത് നമ്മുടെ ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഇടയാക്കി. ഞാൻ നീതീകരണത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ലംഘനങ്ങളെ ദൈവം മോചിച്ചു. ലംഘനങ്ങളെ മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ലംഘനങ്ങളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം അവനെ കാണുന്നത് പാപം ചെയ്തിട്ടില്ലാത്തവനായിട്ടാണ്. അത് ദൈവം എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? നമ്മുടെ പാപത്തെ പിതാവാം ദൈവം നമ്മുടെ പകരക്കാരനായ യേശുവിൻ്റെ മേൽ ചുമത്തി യേശുവിനെ പാപമാക്കി പാപത്തിൻ്റെ ന്യായവിധി യേശുവിന് കൊടുത്ത് ദൈവിക ശിക്ഷാവിധി യേശുവിൽ പൂർത്തീകരിച്ച് അവനെ മരണത്തിന് ഏൽപ്പിച്ചതിലൂടെയാണ്. യേശുവിനെ പാപമാക്കിയതിലൂടെ നിങ്ങളെ ദൈവം യേശുവിൽ തൻ്റെ നീതിയാക്കുകയാണ്. നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയായി തീരുകയാണ്. അപ്പം ദൈവനീതി പ്രാപിച്ചതിൻ്റെ ഒന്നാമത്തെ ഫലം നീതീകരണമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവനീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടതിൻ്റെ അടുത്ത ഫലം എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ട സമാധാനമാണ്. ഈ സമാധാനത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം അഥവാ അവൻ്റെ നീതി നിമിത്തം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയുടെ അർത്ഥം? വ്യക്തമാക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലൂടെ നാം ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. രക്ഷ പ്രാപിക്കുവാൻ, നീതി പ്രാപിക്കുവാൻ, നീതീകരിക്കപ്പെടുവാൻ മനുഷ്യൻ്റെ അധ്വാനങ്ങളെല്ലാം വൃഥാവായപ്പോൾ, അവൻ്റെ പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ ദൈവം തൻ്റെ പുത്രനിലൂടെ തൻ്റെ കൃപ വെളിപ്പെടുത്തി. മനുഷ്യന് അസാധ്യമായ കാര്യം ദൈവം നിവർത്തിച്ചു. രക്ഷയും നീതിയും യേശുക്രിസ്തുവിൽ ദൈവം നിവർത്തിച്ചു. അത് നമുക്ക് സൗജന്യമായി തരികയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ നാം രക്ഷയും നീതിയും പ്രാപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്.
ഇപ്പോൾ നാം തുടരുന്നതും ഈ കൃപയിലാണ്. രക്ഷിക്കപ്പെട്ടതും നീതി പ്രാപിച്ചതും മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. എല്ലാം ദൈവമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നാം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങളെയും ഭൗതിക കാര്യങ്ങളെയും നിവർത്തിക്കുവാൻ നമുക്ക് ശക്തി തരുന്നു, നമ്മെ സഹായിക്കുന്നു, നമുക്ക് ബലം തരുന്നു. അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ അർത്ഥം. നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. നാം പാപത്തെ ജയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മേൽ, പരീക്ഷകളുടെ മേൽ ജയമെടുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. രക്ഷയ്ക്കായി നാം വളരുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. നാം തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ദൈവം നമ്മെ സമ്പൂർണമായി വിശുദ്ധീകരിച്ച് വിശുദ്ധി നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. അതായത് പരിശുദ്ധ-ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും വളരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവം നമ്മെ ശക്തീകരിക്കുന്നു. അവസാനം പാപത്തിൻ്റെ മേൽ ജയമെടുത്ത് ജയാളികളായി തീരുവാനും ദൈവം തൻ്റെ കൃപയാൽ നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല, സകല ഭൗതിക കാര്യങ്ങൾക്കും ദൈവം തൻ്റെ കൃപ തരികയാണ്. സാമ്പത്തിക അനുഗ്രഹത്തിന്, സമാധാനമുള്ള ജീവിതത്തിന്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന്, ശക്തമായ ശുശ്രൂഷയ്ക്ക് എന്നുവേണ്ട സകല കാര്യങ്ങൾക്കും ദൈവം ഒരുവനിൽ വസിച്ചുകൊണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ ശക്തീകരിച്ച് അവന് സഹായം കൊടുത്ത് അവനിലൂടെ എല്ലാ പ്രവൃത്തികളും ദൈവം വെളിപ്പെടുത്തുകയാണ്. നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. വചനം വ്യക്തമായി പറയുന്നു, അതുകൊണ്ട് ദൈവകൃപയിൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. പഴയ ഉടമ്പടിയിൽ ദൈവകൃപയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു പദമാണ് മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സമ്പത്തിൽ ആശ്രയിക്കരുത്, ഭറവോന്റെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കരുത്, മറിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. പഴയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പകരം വെക്കാൻ കഴിയുന്ന പദമാണ് ദൈവത്തിലുള്ള ആശ്രയം. ദൈവത്തിൻ്റെ മക്കൾ തുടരുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നീതിയാലാണെന്നാണ് ഈ അധ്യായത്തിൽ പരിശുദ്ധ-ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി
ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതുജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതുജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.